അല്ലെ വെറുതെ പാർട്ടിക്കാരെ പുറത്താക്കുമോ? പക്ഷെ അവർ BJP പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പം ഈയിടെ ഇട്ട് കാള പറ്റുന്ന കേൾക്കുമ്പോൾ അപ്പം തന്നെ കയറെടുക്കുന്നുണ്ട്. മറ്റത്തൂരിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണല്ലോ, ഒറ്റ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും BJP ചേർന്നില്ല. എല്ലാ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJP ചേർന്നെന്നുള്ള തെറ്റായ വാർത്തയാണ്. ഒറ്റ കോൺഗ്രസ് അംഗങ്ങളും BJP പോയിട്ടില്ല, ഒരാളും പോയിട്ടില്ല. അല്ല കേട്ടോ, അവര് ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു. അവർക്ക് BJP കൂടി സപ്പോർട്ട് ചെയ്തു. അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. അതിനാണ് നടപടിയെടുത്തത്. അത് പിൻവലിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെക്കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ കുഴപ്പം? എന്ത് സാഹചര്യത്തിലാണ് നടപടിയെടുത്തത്? ആ സാഹചര്യം ഇല്ലാതായ പിന്നെ എന്താ പ്രശ്നം? ഞങ്ങൾ അവരെ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കണം. രാജിവെച്ചല്ലോ, എത്രയോ പേര് രാജിവെച്ചു. അല്ലല്ലോ, അതുകൊണ്ടാണല്ലോ അവർക്കെതിരെ നടപടിയെടുത്തത്. ആ ബന്ധം വിച്ഛേദിച്ചാൽ അവർ നടപടി പിൻവലിക്കും. അതല്ലേ പറഞ്ഞിരിക്കുന്ന പാർട്ടി. അതൊക്കെ നല്ല കറക്റ്റ് സ്റ്റാൻഡാണ്. ഇതെല്ലാം ഓരോ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ UDFന്റെ നിലപാട് മാറുമോ? കേരളം മുഴുവൻ ഒരു നിലപാടാണ്. എത്ര പേര് SDPIക്കാർ വന്ന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്ര പേര് രാജിവെച്ചു? BJP വന്ന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ രാജിവെച്ചു. ഇവിടെ ഒരു വിഷയം വന്നു, രാജി അപ്പം വെച്ചില്ല, അതുകൊണ്ട് അവരെ പുറത്താക്കി, അവർക്കെതിരെ നടപടിയെടുത്തു. അത് മാറിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ ഒരു വാശിയുടെ പ്രശ്നം. കോൺഗ്രസിൻ്റെ ഒരു റിബലിനെ CPM കൊണ്ടുപോയി, അപ്പം ബാക്കി വന്ന ഒരു റിബലിനെ ഇവർ പിന്തുണച്ചു. അതാണ് അവിടെ നടന്നത്. ആ വാശിയാണ്, പ്രാദേശികമായ വാശിയാണ്. അവർക്ക് വന്ന് BJP വോട്ട് ചെയ്തപ്പോൾ UDF നിലപാടിന് വിരുദ്ധമാണ്. അതാണ് നടപടിയെടുത്തത്. വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും അല്ലേ, അതുകൊണ്ടല്ലേ നടപടിയെടുത്തത്. പാർട്ടി നടപടിയെടുത്തത് തെറ്റായതുകൊണ്ടല്ലേ, അല്ലെ വെറുതെ പാർട്ടിക്കാരെ പുറത്താക്കുമോ? പക്ഷെ അവർ BJP പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പം ഈയിടെ ഇട്ട് കാള പറ്റുന്ന കേൾക്കുമ്പോൾ അപ്പം തന്നെ കയറെടുക്കുന്നുണ്ട്. അത് കർണാടക സംഭവത്തിലും പുള്ളി കയറെടുത്തു, ഈ മറ്റത്തൂർ സംഭവത്തിൽ കയറെടുത്തു. മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ കാള പറ്റുന്ന കേട്ട് കയറെടുക്കരുത്.